വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴം ബജി. 3-4 കഷ്ണം കറിക്കായം എടുത്ത് അതിലേക്ക് കുറച്ച് ചുടുവെള്ളവും 1 സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. മാവ് ഉണ്ടാക്കാൻ ആവശ്യമായി 2 ഗ്ലാസ് കടലപ്പൊടിയും 1 ഗ്ലാസ് മൈദപ്പൊടിയും എടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്കുള്ള അരപ്പിനായി കുറച്ച് വെളുത്തുള്ളിയും 5-6 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും അതിനുശേഷം 1 തണ്ട് കറിവേപ്പില 2 തണ്ട് മല്ലിയിലയും മിക്സിയിൽ നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ചേർക്കാം. ചുടുവെള്ളം ഒഴിച്ച് വെച്ച കായം ഉരുകി വന്നിട്ടുണ്ട്. പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരച്ചെടുത്ത മിക്സും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലവണ്ണം കുഴച്ചെടുക്കാം. 1/4 ടീസ്പൂൺ അപ്പസോഡ കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഒരു പാകത്തിൽ കുഴച്ചെടുക്കാം. 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. 3 പച്ചക്കായ എടുത്തിട്ടുണ്ട്. അത് തൊലിയെല്ലാം കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിലിട്ട് കറ കളഞ്ഞ ശേഷം കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. എണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. പഴം ഓരോന്നായി മാവിൽ മുക്കി എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുക്കാം. പഴം ബജി വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്നും കോരി മാറ്റാം. പഴം ബജി ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.